എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുകയാണെങ്കിൽ അത്തരം എലമെന്റ്സിനെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലായിരിക്കും അത്തരം എലമെന്റ്സിന്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. അങ്ങനെ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലിംഗ് എസ് സബ്ഷെല്ലിൽ നടന്നു കഴിഞ്ഞാൽ അത്തരം എലമെന്റ്സിനെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് പി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണെങ്കിൽ അത്തരം എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും പ്രത്യേകതകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എസ് ബ്ലോക്കിന്റെ അല്ലെങ്കിൽ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 and 2 ആണ്. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ് എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി എർത്ത് മെറ്റൽസും എന്നാണ് വിളിക്കുക. ഇവ രണ്ടുപേരും മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. അതുകൊണ്ട് എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് എല്ലാം ലോഹങ്ങളായിരിക്കും. ഓക്കെ, എസ് ബ്ലോക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കുറവാണ്, വളരെ ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ അവരുടെ അയണൈസേഷൻ എനർജിയും വളരെ ലോ ആണ്. അപ്പൊ എന്താണ് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എന്താണ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോവലന്റ് കോമ്പൗണ്ട്, അതായത് ഒരു സഹസംയോജക തന്മാത്ര അല്ലെങ്കിൽ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു തന്മാത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള തന്മാത്രകൾ ഉണ്ടാകണമെങ്കിൽ ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ കോവലന്റ് ബോണ്ട് ഉണ്ടാകുന്നത് പഠിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നത് വഴിയാണ് കോവലന്റ് ബോണ്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം ഉണ്ടാകുന്നത്. അങ്ങനെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്താൽ അതിലുള്ള ഓരോ ആറ്റത്തിനും ഈ ഷെയർ ചെയ്ത ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സിന് ഈ ആകർഷിക്കാനുള്ള കഴിവ് കുറവാണ്. അവർ പൊതുവെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആളുകളാണ്. അവർ ഇലക്ട്രോണുകളെ ആകർഷിക്കാറില്ല. അതുകൊണ്ട് എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സിനെല്ലാം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. എസ് ബ്ലോക്കിൽ വരുന്ന ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതുകൊണ്ട് ഹൈഡ്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ന്യൂക്ലിയസ്, ഔട്ടർമോസ്റ്റ് ഷെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഇലക്ട്രോണെ കാണാൻ സാധിക്കും. ക്ലോറിൻ എന്ന് പറയുന്ന മറ്റൊരു എലമെന്റ് ഉണ്ട്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ന്യൂക്ലിയസ് 3 ഷെല്ല് കാണാൻ സാധിക്കും. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺ, രണ്ട് 8, ഇനി ബാക്കിയുള്ളത് 7 ഇലക്ട്രോൺസ് ആണ്. അതാണ് ഔട്ടർമോസ്റ്റ് ഉണ്ടാകുന്നത്. സോ ഇങ്ങനെയാണ് ക്ലോറിന്റെ ബോർ മാതൃക, ഹൈഡ്രജന്റെ ബോർ മാതൃക. ഇനി ഈ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് HCl രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിലുള്ള ബന്ധനം ഏതായിരിക്കും? ഇവര് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് കോവലന്റ് ബോണ്ടാണ്. കോവലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണ്. ആ സഹസംയോജന ബന്ധനം എങ്ങനെയാണ് എന്ന് നമുക്കൊരു ഇലക്ട്രോൺ പ്ലോട്ട് ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. ഇലക്ട്രോൺ പ്ലോട്ട് ഡയഗ്രത്തിൽ ഹൈഡ്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലാണ് നമ്മൾ കാണിക്കുന്നത്. ഹൈഡ്രജനിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ക്ലോറിന്റെ കേസിലാണെങ്കിൽ ക്ലോറിന് 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4, 5, 6 ഇങ്ങനെ 7 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഔട്ടർമോസ്റ്റ് ഷെല്ലാണ്. സോ ഹൈഡ്രജന് 1 ഇലക്ട്രോണും കൂടി കിട്ടിയാൽ 2 ഇലക്ട്രോൺ എന്ന് പറയുന്ന സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവാം. ക്ലോറിന് 1 ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ 8 എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവാം. ഇത് 2, 8, 7ഉം ഇത് 1ഉം ആണ് അല്ലെ? അറ്റോമിക് നമ്പർ 1 ഇലക്ട്രോണും അവസാനത്തെ 7 ഇലക്ട്രോണും ഉണ്ട്. സോ ഹൈഡ്രജന് 1 ഇലക്ട്രോണും കൂടി കിട്ടിയാൽ 2 എന്ന് പറയുന്ന സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവാം. ക്ലോറിന്റെ കേസിൽ 1 ഇലക്ട്രോണും കൂടി കിട്ടിയാൽ 8 എന്ന് പറയുന്ന സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവാം. സോ ഇവിടെയുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കോവലന്റ് ബോണ്ടാണ് അല്ലെ? കോവലന്റ് ബോണ്ടാണ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണ്. മീൻസ് ഇവിടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാണ് ചെയ്യുക. ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. സോ ഇവിടെ ഹൈഡ്രജന് 2 ഇലക്ട്രോൺ ആയി. ക്ലോറിന്റെ കേസിൽ എങ്ങനെ വരുന്നോ? ഇവിടെ ക്ലോറിനും 8 ഇലക്ട്രോൺ ആയി. സോ ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഇവര് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ ക്ലോറിനും അട്രാക്ട് ചെയ്യും, അതുപോലെ തന്നെ ഹൈഡ്രജനും അട്രാക്ട് ചെയ്യും. ആ അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി.
സോ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എസ് ബ്ലോക്കിൽ വരുന്ന ഒരാളാണ്, അതിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്. അതിനർത്ഥം ഇവിടെ ക്ലോറിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജന് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹൈഡ്രജനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ അവർ അവിടേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ചെയ്യാം. ദാറ്റ് മീൻസ് ഹൈഡ്രജന് ഈ ഷെയർ ചെയ്ത അല്ലെങ്കിൽ പങ്കുവച്ചിട്ടുള്ള പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനേക്കാൾ കൂടുതൽ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവാണ്. നേരെ മറിച്ച് ക്ലോറിനാണ് ഇതിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺ ആരുടെ അടുത്തേക്ക് വരും, ക്ലോറിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഈ ഇലക്ട്രോൺസ് പതിയെ പതിയെ ക്ലോറിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ക്ലോറിൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. എന്നാൽ ഹൈഡ്രജനെ സംബന്ധിച്ച് അവർ ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ പാർഷ്യൽ നെഗറ്റീവും പാർഷ്യൽ പോസിറ്റീവുമാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ചാർജ് ആയിട്ട് യൂസ് ചെയ്യാറ്. സോ ഇവിടെ ക്ലോറിൻ ആണ് നെഗറ്റീവ് ചാർജ് കിട്ടിയത്. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ്. ഇപ്പൊ ക്ലോറിനിലേക്കാണ് ഇലക്ട്രോൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം, ക്ലോറിൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. എന്നാൽ ഹൈഡ്രജനോ പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഹൈഡ്രജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നമുക്ക് വേണ്ടത്, ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ബിക്കോസ് ഹൈഡ്രജൻ ബിലോങ് ടു എസ് ബ്ലോക്ക്. അപ്പൊ എസ് ബ്ലോക്കിലുള്ള എല്ലാ എലമെന്റ്സിനും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഔട്ടർമോസ്റ്റ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ, 1 or 2 ഇലക്ട്രോണുകളാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക. അതുകൊണ്ട് അവർ മാക്സിമം ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിൽ അയണൈസേഷൻ എനർജിയും കുറവാണ്. അപ്പൊ എന്താണ് അയണൈസേഷൻ എനർജി? അത് നമുക്ക് ഒരു ഡയഗ്രത്തിലൂടെ നോക്കാം. പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കൂടി വരും, ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും. എന്നാൽ പിരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പിരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിരീഡ് എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം ആദ്യം കൂടുതലായിരിക്കും, പിന്നീട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരും ഇൻ കേസ് ഓഫ് പിരീഡ്സ്. എന്നാൽ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഗ്രൂപ്പിൽ ആറ്റത്തിന്റെ വലിപ്പം ആദ്യം ചെറുതായിരിക്കും, പിന്നീട് ആറ്റത്തിന്റെ വലിപ്പം കൂടി വരും. ഇങ്ങനെയാണ് ഗ്രൂപ്പിൽ നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പീരീഡിൽ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു, എന്നാൽ ഗ്രൂപ്പിലാണെങ്കിൽ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. അങ്ങനെ ആറ്റത്തിന്റെ വലിപ്പം കൂടിയാൽ എന്താ സംഭവിക്കുക? ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ആറ്റത്തിന്റെ വലിപ്പം കൂടുക. ഷെല്ലുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ഉള്ളത്. ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുറയാൻ തുടങ്ങും. മീൻസ് ഇതൊരു ന്യൂക്ലിയസ് ആണെങ്കിൽ ഇലക്ട്രോൺ അടുത്താണെങ്കിൽ അതിന് എളുപ്പത്തിൽ ഇലക്ട്രോണിനെ ആകർഷിക്കാൻ പറ്റും. എന്നാൽ ഇലക്ട്രോൺ അകലും തോറും ന്യൂക്ലിയസിന് ഇലക്ട്രോണുകൾ ആകർഷിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും. അതാണ് എസ് ബ്ലോക്കിൽ സംഭവിക്കുക. കാരണം എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് എല്ലാം ലാർജ് സൈസ്ഡ് ആറ്റംസ് ആണ്. മീൻസ് അതിലുള്ള ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ലാർജ് സൈസ്ഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും, ഒരു മിനിമം എനർജി കൊടുത്താൽ. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലില് ഏറ്റവും വീക്കായിട്ട് ദുർബലമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി അഥവാ അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. സോ എസ് ബ്ലോക്ക് എലമെന്റിന്റെ കേസിൽ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. അതുകൊണ്ട് ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വളരെ കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവരുടെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് വളരെ കുറവാണ്. എസ് ബ്ലോക്ക് മൂലകത്തിന്റെ ബാക്കിയുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളെല്ലാം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണ് ചെയ്യാറ്. അതുപോലെ തന്നെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പ്രത്യേകത, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഹൈഡ്രോ കാർബൺസും അതുപോലെ തന്നെ ഓക്സൈഡ്സും എല്ലാം ബേസിക് നേച്ചറാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ വാലൻസി എന്ന് പറയുന്നത്
+1 അല്ലെങ്കിൽ +2 ആയിരിക്കും. നമുക്കറിയാം വാലൻസി എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിന് ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത ഇലക്ട്രോണുകളുടെയോ എണ്ണത്തിനെയാണ് നമ്മുടെ വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അപ്പൊ അത് +1 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ അത് 2 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക, അതുകൊണ്ട് അത് +2 ആണ്. അതുകൊണ്ട് ഇവരുടെ വാലൻസി എന്ന് പറയുന്നത് +1 +2 ആയിരിക്കും. സോ ഇതെല്ലാം എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം. എക്സാമിന് ഈ ഒരു ചോദ്യം ഉണ്ടാവും, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പീരീഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഹൈ ഷെൽ നമ്പർ, ആ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുക. ഷെൽ നമ്പർ ഏതാണോ കൂടുതൽ അതാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, ഏറ്റവും ഔട്ട്സൈഡിലുള്ള എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. സോ ഇതിന്റെ കോൺഫിഗറേഷൻ എഴുതാണ് 1s2, 2s2, 2p6, 3s2, then 3p, 6, 10, 12. സോ അത്ര 3p യിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 3s എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ അല്ലെ. 6, 4, 10, 11. സോ ഇതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി സോഡിയത്തിന്റെ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും, ഹൈ ഷെൽ നമ്പർ. അപ്പൊ ഇതിന്റെ പീരീഡ് ഏതായിരിക്കും, പീരീഡ് എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ ഏതാണ് കൂടുതൽ നോക്കുക, 1, 2, 2, 3. ഏതാ ഷെൽ നമ്പർ കൂടുതൽ, ഇതല്ലേ. അപ്പം ഇതിന്റെ പീരീഡ് 3 ആണ്. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക, ഏത് ഗ്രൂപ്പിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അതാണ് ഇതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 1 ഇലക്ട്രോൺ ഉള്ളൂ, അപ്പൊ ഇത് ഒന്നാമത്തെ ഗ്രൂപ്പാണ്. മറ്റൊന്ന് കണ്ടുപിടിക്കാം, മഗ്നീഷ്യം 12 ആണ്. അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2. സോ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ് ഇലക്ട്രോൺ എത്രയാണ്, 2 ആണ്. സോ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. സോ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ പറ്റും ഇൻ കേസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം അയണിക് ബോണ്ടാണ് സാധാരണ ഫോം ചെയ്യുക. സോ അയോണിക സംയുക്തങ്ങളാണ് എസ് ബ്ലോക്ക് ഉണ്ടാക്കാറ്. എസ് ബ്ലോക്ക് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പി ബ്ലോക്ക്. പി ബ്ലോക്കിന്റെ പ്രത്യേകത നോക്കൂ. പി ബ്ലോക്കിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണുള്ളത്, 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെയാണ് പി ബ്ലോക്കിലുള്ളത്. സോ 13, 14, 15, 16, 17, 18 ഇത്രയും ഗ്രൂപ്പുകളാണ് പി ബ്ലോക്കിലുള്ളത്. 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോറോൺ ഫാമിലിയാണ്. 14ാമത്തത് കാർബൺ ഫാമിലിയാണ്. 15ാമത്തത് നൈട്രജൻ ഫാമിലിയാണ്. 16ാമത്തത് ഓക്സിജൻ ഫാമിലിയാണ്. 17ാമത്തത് ഹാലോജൻസ് ആണ്. 18ാമത്തത് ഇനേർട്ട് ഗ്യാസ് ആണ്. ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്ന ഇനേർട്ട് ഗ്യാസ് ആണ്. സോ ഈ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. ഇതിനെ നമ്മൾ റെപ്രസെന്റേഷണൽ എലിമെന്റ്സ് എന്ന് വിളിക്കും. കാരണം ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക, ഇതിൽ 4 ഇലക്ട്രോൺ, 5 ഇലക്ട്രോൺ, 6 ഇലക്ട്രോൺ, 7 ഇലക്ട്രോൺ, 8 ഇലക്ട്രോൺ. മീൻസ് ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്ന ഒരു എണ്ണൽ സംഖ്യ പോലെ ഇങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ റെപ്രസെന്റേഷൻ എലിമെന്റ്സ് അഥവാ പ്രാതിനിധ്യ മൂല്യങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുക. ഇനി പി ബ്ലോക്കിന്റെ പ്രത്യേകത, ഇതിൽ മെറ്റൽസ് ഉണ്ട്, ലോഹങ്ങളുണ്ട്, നോൺ മെറ്റൽസ് അലോഹങ്ങളുണ്ട്, അതുപോലെ തന്നെ മെറ്റലോയിഡ്സ് ഉപലോഹങ്ങളുണ്ട്. ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ലെഡ് ഇതിലുള്ള ഒരു ലോഹമാണ്, അതുപോലെ തന്നെ അലൂമിനിയം ഇതിലുള്ള ഒരു ലോഹമാണ്. ഇതെല്ലാം മെറ്റൽസിൽ വരുന്നതാണ്. നോൺ മെറ്റൽസ് വരുമ്പോൾ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതെല്ലാം നോൺ മെറ്റൽസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നതാണ് മെറ്റലോയിഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് ജെർമേനിയം, ആർസെനിക്, ആന്റിമണി, അതുപോലെ തന്നെ പൊളോണിയം, അതുപോലെ തന്നെ ടെലൂറിയം. ഇതെല്ലാം മെറ്റലോയിഡ്സ് ആണ്. സോ ഇതെല്ലാം ആരിൽ ഉൾപ്പെടുന്നുണ്ട്, പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നുണ്ട്. പി ബ്ലോക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കി, ഹൈഡ്രജനും ക്ലോറിനും. അതിൽ ക്ലോറിൻ എന്ന് പറയുന്നത് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. സോ ക്ലോറിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 3, 4, 5, 6, 7, 8 ആണ്. മീൻസ് പി ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള എലമെന്റ്സിന്റെ എണ്ണം ബാഹ്യതമ ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് അവർ പൊതുവെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആളുകളല്ല, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആളുകളാണ്.
അതുകൊണ്ട് അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. മീൻസ് അവർക്ക് ഷെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കുവെക്കുന്ന ഇലക്ട്രോണുകളെ നേടിയെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ക്ലോറിൻ ആണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. അത് ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കൂടുതലുള്ളത് കൊണ്ടാണ്. സോ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പി ബ്ലോക്ക് എലമെന്റിന് അയണൈസേഷൻ എനർജി കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരും. ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് ഈ സെന്ററിലുള്ള ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്വതന്ത്രമാക്കണമെങ്കിൽ കൂടുതൽ എനർജി കൊടുക്കണം. അതുകൊണ്ട് അവിടെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈ ഷെൽ നമ്പർ. എസ് ബ്ലോക്ക് പോലെ തന്നെ ഷെൽ നമ്പർ ഹൈ ഉള്ളത് ഏതാണോ അതാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. പി ഇലക്ട്രോൺസ്, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിന്റെ കൂടെ 12 കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിന്റെ കൂടെ 12 കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അത് കണ്ടുപിടിക്കാം. അതിന്റെ തൊട്ടുള്ളിലുള്ള എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അത് രണ്ടും കൂടി കൂട്ടുക, അതിന്റെ കൂടെ 10 ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാം. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. സോ ഇതിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഫോസ്ഫറസ് അല്ലെങ്കിൽ പി, ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. സോ ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2, 2s2, 2p6, 3s2, then 10, 12, 3, 15. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക. 6, 10, 12, 3, 15. ഇതിന്റെ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഹയസ്റ്റ് ഷെൽ നമ്പർ. അപ്പൊ പീരീഡ് ഏതാണ്? ഷെൽ നമ്പർ ഏതാണ് കൂടുതൽ? ഇവിടെ 3 അല്ലേ? സോ പീരീഡ് 3 ആണ്. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുക, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഉണ്ട്. അതിന്റെ കൂടെ എന്ത് കൂടി ആഡ് ചെയ്യുക? 12 കൂടി ആഡ് ചെയ്യുക. സോ ഗ്രൂപ്പ് നമ്പർ 15 ആണ്. ഇതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? പി എന്ന് പറയുന്നതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 പ്ലസ് ഉള്ളിലുള്ള എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 പ്ലസ് 10. അപ്പോൾ എത്ര കിട്ടി? 15. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഫോസ്ഫറസിന്റെ പീരീഡും ഗ്രൂപ്പും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പരീക്ഷിക്കേണ്ടത്. സോ ഇതാണ് എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇവിടെ പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കുന്നത് പ്രത്യേകം നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എസ് ബ്ലോക്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്, അയണൈസേഷൻ എനർജിയും കുറവാണ്. പി ബ്ലോക്കിൽ അത് രണ്ടും കൂടുതലാണ്. എസ് ബ്ലോക്കിൽ ലോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പി ബ്ലോക്കിൽ ലോഹങ്ങളും ഉപലോഹങ്ങളും അതുപോലെ തന്നെ അലോഹങ്ങളും ഉണ്ട്. 1ഉം 2ഉം ഗ്രൂപ്പ് നമ്പറാണ് എസ് ബ്ലോക്ക്. എന്നാൽ 13 മുതൽ 18 വരെയാണ് പി ബ്ലോക്ക്. സോ ഇതാണ് എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡി ബ്ലോക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സ് ആണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. ഈ 3 മുതൽ 12 വരെയുള്ള എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. സോ ഇതിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. സോ ഇവരെല്ലാം പൊതുവെ മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങളാണ്. ഈ ട്രാൻസിഷൻ എലമെന്റ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇതിന്റെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിലെ ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിലാണ്. ഇതിനെ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയും. അത്തരം ഷെല്ലുകളിലാണ് ഇവിടെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ബാഹ്യതമ ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിന്റെ സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അത്തരം ഷെല്ലുകളെ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു ഉദാഹരണമാണ് ക്രോമിയം എന്ന് പറയുന്നത്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, then 4s2, then 3d, 10, 20 and 24.
സോ ഇങ്ങനെയാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ വ്യത്യാസമുണ്ട്. കാരണം ഈ 4s-ഉം 3d-യും തമ്മിൽ എനർജിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് 3d ഉള്ളിലും 4s പുറത്തും എഴുതാം. മീൻസ് എന്നാലും നമുക്ക് ഷെല്ലുകളുടെ എണ്ണം കൃത്യമായിട്ട് കിട്ടും. സോ ഇത് നമ്മൾ എഴുതുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, then 3d4, 4s2. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് എഴുതുന്നത്. പക്ഷെ ഇവിടെയും വ്യത്യാസമുണ്ട്. ഡി ഷെല്ലില് 4 ഇലക്ട്രോൺ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് എസിലുള്ള ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും. അപ്പൊ 3d5, 4s, 3d5, 4s1 ഇങ്ങനെയായിട്ട് മാറും. അത് നമുക്കറിയാവുന്നതാണ്. സോ ഇവിടെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലായിട്ടുള്ള 4s, അതിന്റെ ഉള്ളിലുള്ള മൂന്നാമത്തെ ഷെല്ലിലുള്ള ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുക. ആ സ്റ്റേജാണ് ഇത്, അല്ലെ? ബാഹ്യതമ ഷെല്ല് 4ാമത്തെ ഷെല്ല്, അതിന്റെ ഉള്ളിലുള്ള ഷെല്ല് 3ാമത്തെ ഷെല്ല്, അതിലുള്ള ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഇത്തരം ഷെല്ലുകളെയാണ് നമ്മൾ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കുക. പെനൾട്ടിമേറ്റ് ഷെൽ. സോ ഇങ്ങനെയാണ് ഡി ബ്ലോക്കിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ബാഹ്യതമ ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിലുള്ള ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുക. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽ അഥവാ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത അതാണ്. ഇവരുടെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിന്റെ സബ്ഷെല്ലിലാണ്. അവിടെ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഡി ബ്ലോക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദേ ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേജ്. ദേ ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവര് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ട്രാൻസിഷൻ എലമെന്റ്സിൽ ഉൾപ്പെടുന്ന ഒരു എലമെന്റ് ആണ് അയേൺ എന്ന് പറയുന്നത്. അയേൺ FeCl2, FeCl3 അയേൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. FeCl2 എന്ന് പറഞ്ഞാൽ ഫെറസ് ക്ലോറൈഡ് ആണ്. FeCl3 എന്ന് പറയുന്നത് ഫെറിക് ക്ലോറൈഡ് ആണ്. ക്ലോറിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് നമുക്കറിയാം. Cl മൈനസ് ആണ്. Cl പൊതുവെ മൈനസ് ആണ്. സോ ഇവിടെ 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2 മൈനസ് എന്ന് എഴുതും. ഇവിടെ 3 ക്ലോറിൻ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 3 മൈനസ് എന്ന് എഴുതും. അല്ലെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ആണ്, മൈനസ് ചാർജ് ആണ്. സോ FeCl2 അത് ക്ലോറിന്റെ 2 മൈനസും FeCl3 അത് 3 മൈനസും ആണ്. നമുക്കറിയാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് 0 കിട്ടണം. ഒരു സംയുക്തത്തിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ ആകെ ഓക്സീകരണത്തിന്റെ തുക എന്ന് പറയുന്നത് 0 ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും, നമുക്കറിയാം. അപ്പൊ ഇവിടെ 2 മൈനസ് ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ Feയുടെ ചാർജ് 2+ ആണ്, അല്ലെ? 2+ഉം 2 മൈനസും ആണ് 0. സോ ഇവിടെയാണെങ്കിൽ അത് എന്തായിരിക്കും? 3+ ആണ്. സോ ഫെറസ് ക്ലോറൈഡിൽ Fe 2+ഉം ഫെറിക്കിലാണെങ്കിൽ Fe 3+ഉം ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ആദ്യം നമ്മൾ എഴുതുന്നത് Fe 2+ന്റെ ആണ്, ഫെറസ് ക്ലോറൈഡിലുള്ള അയണിന്റെ. രണ്ടാമത് നമ്മൾ എഴുതുക Fe 3+ന്റെ ആണ്, ഫെറിക്കിലുള്ള അയണിന്റെ. സോ ഇതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അയണിന്റെ അറ്റോമിക് നമ്പർ അറിയണം. അയൺ അല്ലെങ്കിൽ അയണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇത്രയും. നമുക്ക് അയണിന്റെ അറ്റോമിക് നമ്പർ അറിയണം. സോ അയണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 26 ആണ്. ഓക്കെ, സോ ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2, 2s2, 2p6, 3s2, 3p6, then 4s2, then 3d. സോ 10, 20, 26. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു 3ഡിയും 4s തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ അത് ഇന്റർചേഞ്ച് ചെയ്തൊന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, then 4s2. ഇങ്ങനെയായിരിക്കും Fe2+ന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഫെറസ് ക്ലോറൈഡിൽ Fe2+ന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇതായിരിക്കും. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് 2+ ചാർജ് കിട്ടുക? 2+ ചാർജ് കിട്ടണമെങ്കിൽ നമുക്കറിയാം 2 ഇലക്ട്രോൺസിനെ പുറത്തേക്ക് റിലീസ് ചെയ്യണം. സോ Fe2+ 2 ഇലക്ട്രോൺ എവിടുന്ന റിലീസ് ചെയ്യുക? ഈ 4s2 എന്നാണ് അവർ 2 ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുക, അല്ലെ? ഈ 2 ഇലക്ട്രോൺസ് ഇതിന്ന് അവർ റിലീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ Fe2+ന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 1s2, 2s2, 2p6, 3s2,
3p6 and 3d6. സോ ഇതാണ് Fe2+ന്റെ ഫെറസ് ക്ലോറൈഡിലുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. കാരണം 2 ഇലക്ട്രോൺ എവിടുന്ന് റിലീസ് ചെയ്തു? 4s എന്ന് റിലീസ് ചെയ്തു. ഇനി Fe3+ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ റിലീസ് ചെയ്യണം? 3 ഇലക്ട്രോൺ റിലീസ് ചെയ്യണം, വേണ്ടേ? അപ്പൊ 2 ഇലക്ട്രോൺ 4s എന്ന് റിലീസ് ചെയ്യും, ഒരെണ്ണം എവിടുന്ന് റിലീസ് ചെയ്യും? 3d എന്ന് റിലീസ് ചെയ്യും. അപ്പൊ Fe3+ന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, then 3s2, then 3p6, then 3d. 1 ഇലക്ട്രോൺ 4s എന്നും 2 ഇലക്ട്രോൺ 4s എന്നും 1 ഇലക്ട്രോൺ 3d എന്നും. അപ്പൊ 3 ഇലക്ട്രോൺ ബാക്കി എത്രയുണ്ട്? 5. സോ ഇതാണ് Fe3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. എസ് ഇലക്ട്രോണിൽ നിന്നാണ് ആദ്യം എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ നിന്നാണ് ആദ്യം ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നത്. എസിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് റിലീസ് ചെയ്യും? ഡി എന്നും റിലീസ് ചെയ്യും. കാരണം 3ഡിയും 4സും തമ്മിൽ എനർജിയിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് അനുകൂല സാഹചര്യം വന്നാൽ 4s നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് റിലീസ് ചെയ്യും? 3d എന്നും റിലീസ് ചെയ്യും. അതായത് ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് 2 സബ്ഷെല്ലുകൾക്ക് വേണമെങ്കിൽ ഒരേ സമയം പങ്കെടുക്കാം. അതുകൊണ്ടാണ് ഇവർ എന്ത് കാണിക്കുന്നത്? ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഡി ബ്ലോക്കിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബാഹ്യതമ സബ്ഷെല്ലും അതിന്റെ ഉള്ളിലുള്ള സബ്ഷെല്ലും വേണമെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. കാരണം അവരിലെ ചാർജിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ഇവർ എന്ത് കാണിക്കും? വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കും, അല്ലെങ്കിൽ ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിൽ ഈ Fe2+ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും Fe3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേറ്റും അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. Fe2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്, Fe3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ 4s എന്ന് പോകും, 3+ ആകുമ്പോൾ 3 ഇലക്ട്രോൺ നഷ്ടപ്പെടണം, 2 എണ്ണം 4s എന്നും ഒരെണ്ണം 3d എന്നും നഷ്ടപ്പെടും. അപ്പൊ എന്തായി? 3d5 ആയിട്ട് മാറും. സോ ഇതെല്ലാം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതയാണ്. ഇത് കൂടാതെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഇനിയും പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ടും വർക്ക് ചെയ്യും. മീൻസ് റിഡോക്സ് റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു എലമെന്റ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവയെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാറ്റലിസ്റ്റ് ഉൾപ്രേരകങ്ങളായിട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഉപയോഗിക്കാറുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നിക്കൽ. വനസ്പതി എന്ന് പറയുന്ന കെമിക്കൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൾപ്രേരകമാണ് നിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വനേഡിയം പെന്റോക്സൈഡ് V2O5 നമ്മൾ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പോഞ്ചി അയോണിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്പോഞ്ചി അയൺ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? കാറ്റലിസ്റ്റ് ആയിട്ടുള്ളതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഡി ബ്ലോക്ക് എലമെന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഡി ബ്ലോക്ക് എലമെന്റിന്റെ പീരീഡ് എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഹയസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോൺ നമ്പർ ആയിരുന്നു, അല്ലെങ്കിൽ ഷെൽ നമ്പർ ആയിരുന്നു. ഇവിടെയും അത് തന്നെയാണ്. ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പീരീഡിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വ്യത്യാസമുണ്ട്. എസ് ബ്ലോക്കിൽ ഔട്ടർ മോസ്റ്റ് എസ് ഇലക്ട്രോണിന്റെ എണ്ണമായിരുന്നു, പി ബ്ലോക്കിൽ പി ഇലക്ട്രോൺസിന്റെ എണ്ണം +12 ആയിരുന്നു. എന്നാൽ ഡി ബ്ലോക്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡി ഇലക്ട്രോൺസ് നമ്മൾ ഇങ്ങനെ എഴുതാണ്, ഡിയിലുള്ള ഇലക്ട്രോൺസ് +2 എന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കിട്ടും. ഇപ്പൊ ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? 2 കൂടി ആഡ് ചെയ്താൽ മതി. സോ നമ്മൾ ഇവിടെ ക്രോമിയത്തിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? ഇപ്പൊ ക്രോമിയത്തിന്റെ ഡി ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഡി ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് ഡി ഇലക്ട്രോൺസ്. ഓക്കെ, ഡി ബ്ലോക്കിന്റെ ഡി ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എഴുതുന്നതിന് മുന്നേയുള്ള ഡി സബ്ഷെൽ എടുക്കണം. അപ്പൊ ഇവിടെ ഡി സബ്ഷെൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 4 ഇലക്ട്രോൺ. അപ്പൊ അതിന്റെ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? 4 + 2 6. ആറാമത്തെ ഗ്രൂപ്പിലായിരിക്കും ആരും ഉൾപ്പെടുന്നുണ്ടാവുക? ക്രോമിയം ഉൾപ്പെടുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഡി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള ഡി ഇലക്ട്രോൺസ് ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, എന്നാൽ അത് ശരിയായിട്ട് കിട്ടത്തുള്ളൂ. അതേസമയം നമ്മൾ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡിയിൽ എത്ര ഇലക്ട്രോൺസ് വന്നു? 5 ആയി. അപ്പൊ 5 + 2 എന്ന് പറയുമ്പോൾ 7ലേക്ക് പോകും. അത് തെറ്റാണ്. അതുകൊണ്ട് ഡി ബ്ലോക്കിലുള്ള ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എഴുതിയിട്ട് ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുക, അതിന്റെ കൂടെ 2 ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ
മാറ്റി എഴുതിയതിന് ശേഷം നമ്മൾ 2 ആഡ് ചെയ്താൽ അതിന്റെ ആൻസർ തെറ്റിപ്പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻ കേസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പ്രത്യേകത, ഇവര് കളേർഡ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. കളർ കോമ്പൗണ്ട്സിനെ ഇവര് പ്രൊഡ്യൂസ് ചെയ്യും. കളർ കോമ്പൗണ്ട്സ്. കാരണം ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഒരുപാട് അയോൺസ് ഉണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സ് കൂടി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സിലെല്ലാം അയോൺസ് ഉണ്ട്. ഈ അയോൺസിന്റെ പ്രസൻസ് ആണ് കളർ കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ഇത്രയുമാണ് ഡി ബ്ലോക്കിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, 3 മുതൽ 12 വരെയാണ് ഡി ബ്ലോക്കിലുള്ളത്. ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് അവയെ വിളിക്കാറ്. ലോഹങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇവയെ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നതിനാണ് നമ്മൾ ക്രോമിയത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഇവയെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാൻ കാരണം ഇവരുടെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലിലെ ഡി സബ് ഷെല്ലിലാണ് നടക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3D 4s എന്ന് നമ്മൾ മാറ്റിയിരുന്നത് എങ്ങനെയാണ്? 3D 5 4s ആണ്. സോ 4sൽ ഇലക്ട്രോൺ പൂരണം നടക്കും, അതുപോലെ തന്നെ 3D നടക്കും. അപ്പൊ ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള 3ാമത്തെ ഷെല്ലില് ഡി സബ് ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നു. അതിനെയാണ് നമ്മൾ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവര് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ എസിലുള്ള ഇലക്ട്രോൺസും ഡിയിലുള്ള ഇലക്ട്രോൺസും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ബിക്കോസ് 4sഉം 3Dയും തമ്മിൽ എനർജിയിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് 2 സബ് ഷെല്ലിൽ ഇലക്ട്രോൺസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവര് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് Fe2+ഉം Fe3+ഉം. Fe2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്, Fe3+ന്റെ ഇതാണ്. പിന്നെ ഇവര് കാറ്റലിസ്റ്റ് ആയിട്ട് ഇവര് ഉപയോഗിക്കാറുണ്ട്. കളർ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ദെൻ പിരീഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഡി ഇലക്ട്രോൺസ് ആദ്യമേ ഡി ഇലക്ട്രോൺസ് എഴുതിയിട്ട് അതിനെ നമ്മൾ 2 ആഡ് ചെയ്യുക. ഇങ്ങനെ മാറ്റിയതിനു ശേഷം ചെയ്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണെങ്കിൽ അത്തരം എലമെന്റ്സിനാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പീരിയോഡിക് ടേബിളിൽ താഴെ 2 പ്രത്യേക പീരീഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാണാം. 6ാമത്തെ പീരീഡില് 57ാമത്തെ അറ്റോമിക് നമ്പർ വരുന്ന ലന്താനം മുതൽ 71ാമത്തെ അറ്റോമിക് നമ്പർ വരുന്ന ലുട്ടീഷ്യം വരെയാണ് ലാങ്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 6th പീരീഡിലാണ്, 6ാമത്തെ പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6ാമത്തെ പീരീഡില് അറ്റോമിക് നമ്പർ 57 ഉള്ള ലന്താനം മുതൽ അറ്റോമിക് നമ്പർ 71 വരെയുള്ള ലുട്ടീഷ്യം വരെയുള്ള എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ലാങ്തനോയിഡ്സ്. ഓക്കെ, അതേപോലെ തന്നെ 7ാമത്തെ പീരീഡില് 7th പീരീഡില് അറ്റോമിക് നമ്പർ 89 ആയിട്ടുള്ള ആക്ടീനിയം മുതൽ അറ്റോമിക് നമ്പർ 103 വരെയുള്ള ലോറൻഷ്യം വരെയുള്ള എലമെന്റ്സ് ആണ് ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഈ ലാന്തനോയിഡും ആക്ടിനോയിഡ്സുമാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാന്തനോയിഡ്സിന്റെ മറ്റൊരു പേരാണ് റയർ എർത്ത് എന്ന് വിളിക്കാറുണ്ട്. റയർ എർത്ത് എന്ന് വിളിക്കുന്നത് ഈ ലാന്തനോയിഡ്സ് ആണ്. ആക്ടിനോയിഡ്സ് അധികവും റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ആക്ടിനോയിഡ്സ് അധികവും റേഡിയോ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ദേ ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഓക്കെ, അതേപോലെ തന്നെ എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന യുറേനിയം, അതുപോലെ തന്നെ പ്ലൂട്ടോണിയം, അതുപോലെ തന്നെ തോറിയം, ഇവരെല്ലാം ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഇവയെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ ആക്ടിനോയിഡ്സിൽ യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സ് എല്ലാം മാൻമെയ്ഡ് ആണ്. ഓക്കെ, ആക്ടിനോയിഡ്സിൽ യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സ് എല്ലാം മാൻമെയ്ഡ്സ് ആണ്. പിന്നെ ഇവരുടെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഡി ബ്ലോക്കിൽ പറഞ്ഞു ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിലെ സബ് ഷെല്ലിലാണ് നടക്കുക. അതിനെയാണ് നമ്മൾ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കുക. എന്നാൽ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. എന്താണ് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിലുള്ള സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുക. അത്തരം ഷെല്ലുകളെയാണ് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കുക. സോ ഇത്രയുമാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത.
ആറാമത്തെ പീരീഡിൽ 57ാമത്തെ അറ്റോമിക് നമ്പറായ ലന്താനം മുതൽ 71 വരെ അറ്റോമിക് നമ്പറുള്ള ലുട്ടീഷ്യം വരെയാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ 7ാമത്തെ പീരീഡിൽ 89 ആക്ടിന മുതൽ 103 ലോറൻഷ്യം വരെയാണ് ആക്ടിനോയിഡ്സ്. ഇവർ രണ്ടും ചേരുന്നതിനെയാണ് നമ്മൾ ഇന്നർ ട്രാൻസ്ലേഷൻ എലമെന്റ്സ് അഥവാ അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സുമാണ് എഫ് ബ്ലോക്കിലുള്ളത്. ഇവര് അധികവും റേഡിയോ ആക്റ്റീവ് ആണ്. ആക്ടിനോയിഡ്സ് അധികവും റേഡിയോ ആക്റ്റീവ് ആണ്. ആക്ടിനോയിഡ്സിൽ യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സ് എല്ലാം മാൻമെയ്ഡ് ആണ്. അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. യുറേനിയം, പ്ലൂട്ടോണിയം, തോറിയം എല്ലാം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കാറ്റലിസ്റ്റ് ആയിട്ട് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇവരുടെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. സോ ഇത്രയുമാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പീരീഡും ഗ്രൂപ്പും ഒന്നും നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ടതില്ല.